നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്ത മോദി സർക്കാർ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിലാണെന്ന് മന്ത്രി പി പ്രസാദ്. മതേതര രാഷ്ട്രീയ ചിന്താധാരയെ ഇല്ലാതാക്കാനും ഹിന്ദു വിചാരതയെ സ്വീകരിക്കാനുമുള്ള സംഘപരിവാർ അജണ്ടയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി. നാനാത്വത്തിൽ ഏകത്വം എന്ന സങ്കല്പത്തെ ഇല്ലാതാക്കുക എന്നതാണ് സംഘപരിവാറിന്റെ അജണ്ടയെന്നും മന്ത്രി. തൊഴിൽ ദാരിദ്ര്യമുണ്ടായാൽ മുതലാളിത്ത വ്യവസ്ഥിതി എളുപ്പത്തിൽ സാധ്യമാകുമെന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരണവുമായി മുന്നോട്ടു പോകുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ. സ്വകാര്യവൽക്കരണം രാജപുരോഗതിക്ക് ആവണമെന്ന നയത്തിനെതിരാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനമെന്നും ചന്ദ്രൻ. പൊതുമേഖലകളിൽ വിറ്റ പണം വാങ്ങുമ്പോഴും രാജ്യത്തിന്റെ പൊതുകടം ഉയരുകയാണെന്നും KPCC ജനറൽ സെക്രട്ടറി. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ മറവിൽ മണ്ണും മണലും കടത്തിയ കരാറുകാരനെതിരെ നഗരസഭാ ഹെൽത്ത് സൂപ്രണ്ടിനെ ഉപരോധിച്ച് കോൺഗ്രസ്. മണ്ണും മണലും കടത്തുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടെ രാത്രിയുടെ മറവിലെന്നും ആരോപണം. കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യം. എന്റെ കേരളം മെഗാ പ്രദർശന വിപണന മേള മെയ് 18 മുതൽ 24 വരെ തൃശ്ശൂരിൽ. ഭക്ഷ്യകാർഷിക മേളകൾ, സെമിനാറുകൾ, സിനിമാ പ്രദർശനങ്ങൾ എന്നിവ മേളയുടെ ഭാഗമാകും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജില്ലാതല അവലോകന യോഗം വ്യാഴാഴ്ച തൃശ്ശൂരിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്ത മോദി സർക്കാർ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിലാണെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും മന്ത്രിയുമായ പി പ്രസാദ്. മതേതര രാഷ്ട്രീയ ചിന്താധാരയെ ഇല്ലാതാക്കാനും ഹിന്ദു വിചാരതയെ സ്വീകരിക്കാനുമുള്ള സംഘപരിവാറിൻ്റെ അജണ്ടയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനമെന്നും മന്ത്രി പ്രസാദ് പറഞ്ഞു. നാനാത്വത്തിൽ ഏകത്വം എന്ന സങ്കല്പത്തെ ഇല്ലാതാക്കാനാണ് സംഘപരിവാറിൻ്റെ അജണ്ടയെന്നും പാലക്കാട് സംഘടിപ്പിച്ച ജോയിൻറ്റ് കൗൺസിൽ യോഗത്തിൽ മന്ത്രി പറഞ്ഞു. ജോയിൻറ്റ് കൗൺസിൽ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ഭരണഘടനാ ജനാധിപത്യത്തിൻ്റെ ഹൃദയസ്പന്ദനം എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രസാദ്. നാനാത്വത്തിൽ ഏകത്വം എന്ന സങ്കല്പത്തെ ഇല്ലാതാക്കാനാണ് സംഘപരിവാർ അജണ്ട. ഇതിൻ്റെ ഭാഗമായുള്ള തന്ത്രത്തിൻ്റെ ഫലമായാണ് രാജ്യത്ത് മതസ്പർദ്ധ ഉണ്ടാകുന്നത്. മതസൗഹാർദ്ദം തകർത്ത് കറുപ്പിനെയും വെളുപ്പിനെയും ജാതീയമായും വേർതിരിച്ച് സംഘടനയുണ്ടാക്കുന്ന വർഗീയ വിഷം ചീറ്റി അധികാരത്തിൻ്റെ ഉന്നതിയിൽ നിന്ന് ബ്രാഹ്മണ്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള നീക്കം അതിനിഗൂഢമായാണ് നടക്കുന്നത്. ഇതിനെയെല്ലാം പ്രതിരോധിക്കാൻ കഴിയുന്നത് ഇടത് മതേതര ശക്തികൾക്കാണ്. മതേതരത്വം തകരണമെങ്കിൽ, ഭരണഘടന മാറ്റിയെഴുതണമെങ്കിൽ ഇടത് മതേതര ശക്തികൾ തകരണം. സംഘപരിവാറിൻ്റെ തിരിച്ചറിവിനെ തകർക്കുന്നതാവണം മതേതര വിശ്വാസികളുടെയും പ്രസ്ഥാനങ്ങളുടെയും ഉത്തരവാദിത്തമെന്നും മന്ത്രി പറഞ്ഞു. മറ്റൊരു മനുഷ്യൻ ഒരു തോക്കെടുത്ത ഒരു കാഴ്ചയായിരുന്നു. ആ തോക്കെടുത്ത ആളിൻ്റെ പേര് ഗോഡ്സെ എന്നായിരുന്നു. ആരുടെയാണോ കാലിൽ ഗോഡ്സെ തൊട്ടത്, ആരെയാണോ തൊട്ട് വണങ്ങിയത് സാക്ഷാൽ ഗാന്ധിജിയെയും ആയിരുന്നു. മുമ്പിൽ വന്നു നിന്ന് കാലിൽ തൊട്ട് വണങ്ങിയിട്ട് കീശയിൽ കരുതിയ. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ഭാരവാഹികളായ SP സുമോദ്, VV ഹാപ്പി, NN പ്രജിത, CR ജോസ് പ്രകാശ്, ചവറ ജയകുമാർ, S സുധീർ കുമാർ, VC ജയപ്രകാശ്, B പ്രമിത, ഡോക്ടർ VM ഹാരിസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൊഴിൽ ദാരിദ്ര്യമുണ്ടായാൽ മുതലാളിത്ത വ്യവസ്ഥിതി എളുപ്പത്തിൽ സാധ്യമാകുന്നതിൻ്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരണവുമായി മുന്നോട്ട് പോകുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ. സ്വകാര്യവൽക്കരണം രാജപുരോഗതിക്ക് ആവണമെന്നതിന് വിരുദ്ധമായാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും ചന്ദ്രൻ പറഞ്ഞു. പൊതുമേഖല വിറ്റ് കാശാക്കുമ്പോഴും രാജ്യത്തിൻ്റെ പൊതുകടം ഉയരുകയാണെന്നും FNPO പാലക്കാട് സംഘടിപ്പിച്ച സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലാഭകരമായവ പോലും നഷ്ടത്തിലാക്കുന്ന പ്രവണത വിൽപ്പനയ്ക്ക് വേണ്ടിയാണ്. ആഭ്യന്തരവും ആരോഗ്യവും യാത്രയും ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ വിറ്റഴിക്കുകയാണ്. പൊതുമേഖലകൾ വിറ്റ് പണം വാങ്ങുമ്പോഴും രാജ്യത്തിൻ്റെ പൊതുകടം ഉയരുന്നു എന്നത് രാജ്യം അപകടത്തിലാവുന്നു എന്നതിൻ്റെ സൂചനയാണ്. സ്ഥാപനവും തൊഴിലും സ്വകാര്യവൽക്കരിക്കുന്ന നയം ചെറുക്കണമെന്നും C ചന്ദ്രൻ പറഞ്ഞു. ഇന്ത്യയിൽ തപാൽ വകുപ്പ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഇന്ത്യയിലെ റെയിൽവേ. ഇന്ത്യയുടെ റെയിൽവേയിലെ ഓരോ ഘട്ടമായി പാർട്സായി ഇന്ത്യ ഗവൺമെന്റ് സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. ലാഭകരമായി പ്രവർത്തിക്കുന്ന റൂട്ടുകൾ സ്വകാര്യവൽക്കരിക്കാൻ ഗവൺമെന്റുകൾ തീരുമാനിക്കുകയാണ്. നമ്മുടെ റെയിൽവേ പ്ലാറ്റ്ഫോം അത് സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിക്കുക. റെയിൽവേയിലെ ശുദ്ധീകരണം, അടിച്ചുതടി ഉൾപ്പെടെ അത് സ്വകാര്യവൽക്കരിക്കാൻ ഗവൺമെന്റ് തീരുമാനിക്കുക. FNPO വർക്കിംഗ് ചെയർമാൻ K സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, PV രാജേഷ്, KC പ്രീത്, ബാലചന്ദ്രൻ കൂട്ടാല, M രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ മറവിൽ തോട്ടിൽ നിന്നും മണ്ണും മണലും കരാറുകാരൻ കടത്തിയതിനെതിരെ പാലക്കാട് നഗരസഭ ഹെൽത്ത് സൂപ്രണ്ടിനെ ബ്ലോക്ക് കോൺഗ്രസ് പ്രവർത്തകരും കൗൺസിലർമാരും ഉപരോധിച്ചു. മണ്ണും മണലും കടത്താൻ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നതായും ആരോപണം. പാലക്കാട് നഗരസഭ ഹെൽത്ത് 1-ാം ഡിവിഷനിലെ തത്വ നഗറിലെ തോട്ടിൽ നിന്നാണ് 50 ലക്ഷത്തോളം വിലയുള്ള മണ്ണും മണലും രാത്രികാലത്ത് കടത്തിയത്. മഴക്കാലപൂർവ്വ
ശുചീകരണത്തിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുന്നതിന് മുൻപായിട്ടാണ് കരാറുകാരൻ കഴിഞ്ഞ 4 ദിവസമായി മണ്ണും മണലും കടത്തുന്നത്. നഗരസഭാ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ രാത്രിയുടെ മറവിൽ വാരിക്കൊണ്ടുപോകുന്നതോടൊപ്പം കഴിഞ്ഞ വർഷം തോടിൻ്റെ സംരക്ഷണത്തിനായി ബണ്ട് കെട്ടിയ മണലും കടത്തി. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഹിറ്റാച്ചി, ടിപ്പർ ലോറികൾ എന്നിവ ഉപയോഗിച്ചാണ് ചെളി എന്ന വ്യാജേന മണ്ണും മണലും കടത്തിയിരുന്നത്. വിഷയത്തിൽ കരാറുകാരനെതിരെ നടപടിയെടുക്കണമെന്നും കടത്തിക്കൊണ്ടുപോയ മണലിൻ്റെയും വില കണക്കാക്കി കരാറുകാരനിൽ നിന്നും തുക ഈടാക്കണമെന്നും കരാറുകാരനെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തി മോഷണക്കുറ്റത്തിന് കേസെടുത്ത് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഉപരോധക്കാർ ആവശ്യപ്പെട്ടു. അതോടൊപ്പം മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഊർജിതമായി പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടു. രാത്രികാല മണ്ണുകടത്തിലിൻ്റെ ദൃശ്യങ്ങളുണ്ടെന്നും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വിജിലൻസിന് പരാതി നൽകുമെന്നും സമരക്കാർ പറഞ്ഞു. സമരത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, K ഭവദാസ്, സാജോ ജോൺ, മണ്ഡലം പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ, S സേവ്യർ, നേതാക്കളായ ഹരിദാസ് ബച്ചിങ്ങൽ, മോഹൻ ബാബു, C നിഖിൽ, M പ്രശോഭ്, കൗൺസിലർമാരായ സുഭാഷ് യാക്കര, D ഷജിത് കുമാർ, FB ബഷീർ, S സുജാത, അബു പാലക്കാടൻ, S ശൈലജ, S സെൽവൻ, കൃഷ്ണപ്രസാദ്, രാജകുമാരൻ പുത്തൂർ എന്നിവർ നേതൃത്വം നൽകി. മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എന്ന വ്യാജേന അവിടുത്തെ ചെളി നീക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് നഗരസഭ ചെയർപേഴ്സൻ്റെയും ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെയും അനുമതിയോടുകൂടി കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട ഒരു കരാറുകാരൻ, ഗൂഗിൾ എന്ന കരാറുകാരൻ, അയാളൊരു ബിനാമിയെ വെച്ചുകൊണ്ട് അയാൾ തന്നെ നേരിട്ട് ഇരുട്ടിൻ്റെ മറവിൽ അവിടെ നിന്നുകൊണ്ട് 300 യൂണിറ്റോളം മണ്ണും 100 യൂണിറ്റോളം മണലും കടത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ 45-50 ലക്ഷം രൂപയുടെ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത്. ഇത് നഗരസഭയ്ക്ക് വൻ നഷ്ടം വരുത്തിക്കൊണ്ടുള്ള ഇതിനെതിരെയുള്ള സമരമാണ് ഞങ്ങളുടെ. ഈ സമരം കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. നടപടി സ്വീകരിക്കാമെന്ന ഹെൽത്ത് സൂപ്രണ്ട് മണിപ്രസാദിൻ്റെ ഉറപ്പിലാണ് ഉപരോധം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശ്ശൂരിൽ എൻ്റെ കേരളം മെഗാ പ്രദർശന വിപണന മേള മെയ് 18 മുതൽ 24 വരെ തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ നടക്കും. മേളയോടനുബന്ധിച്ച് വ്യാഴാഴ്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജില്ലാതല അവലോകന യോഗം നടക്കുമെന്ന് മന്ത്രി K രാജനും R ബിന്ദുവും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെയും വിവിധ വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് മുഖ്യമന്ത്രിയുടെ യോഗവും മേളയും സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ വ്യത്യസ്ത മേഖലകളിലെ ക്ഷണിക്കപ്പെട്ടവർ പ്രതിനിധികളായെത്തുന്ന ജില്ലാതല യോഗം ബുധനാഴ്ച രാവിലെ 10:30 മുതൽ 12:30 വരെ തൃശൂർ കാസിന ഹോട്ടലിൽ നടക്കും. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട 500ഓളം അതിഥികൾ യോഗത്തിൽ പങ്കെടുക്കും. തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ നടക്കുന്ന മേള മെയ് 18 വൈകുന്നേരം 5 മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ഡോക്ടർ R ബിന്ദു അധ്യക്ഷത വഹിക്കും. ഉദ്ഘാടന ദിവസം വൈകിട്ട് 4 മണിക്ക് സ്വരാജ് റൗണ്ടിൽ CMS സ്കൂൾ മുതൽ തേക്കിൻകാട് വിദ്യാർത്ഥി കോർണർ വരെ നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ 10,000-ലധികം ആളുകൾ അണിനിരക്കും. 186 സ്റ്റാളുകളിലായി നമ്മുടെ സംസ്ഥാനത്തെ വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകളായിരിക്കും അതിൽ പ്രധാനമായിട്ട് സ്റ്റാളുകൾ ഉണ്ടാവുക. അതുപോലെ തന്നെ തീം സ്റ്റാളുകൾ ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ നല്ല ശ്രദ്ധേയമായിട്ടുള്ള വിപണന മേളയും കേവലം ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങളുടെ പ്രദർശനം മാത്രമല്ല, വളരെ വിപുലമായിട്ടുള്ളൊരു വിപണന മേളയും അതിന്റെ ഭാഗമായിട്ട് നടത്തുകയാണ്. വിദ്യാർത്ഥി കോർണർ മുതൽ തെക്കേ ഗോപുരതറ വരെയുള്ള വലിയ പ്രദേശത്താണ് ഈ പരിപാടി സംഘടിപ്പിക്കാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. വിവിധ വകുപ്പുകളുടെ തീം സ്റ്റാളുകളും കൊമേഴ്ഷ്യൽ സ്റ്റാളുകളും ഉൾപ്പെടെ ശീതീകരിച്ച 189 സ്റ്റാളുകളിൽ സർക്കാർ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാകും. ഭക്ഷ്യകാർഷിക മേള, സെമിനാറുകൾ, സിനിമാ പ്രദർശനം എന്നിവ മേളയുടെ ഭാഗമാകും. ദിവസേന രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയായിരിക്കും പ്രദർശനം. മേളയുടെ ഭാഗമായി ദിവസേന വൈകിട്ട് കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്പലപ്പാറ കൃഷിഭവന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം UDF ചെയർമാൻ P ഗിരീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 2016 നമ്മൾ ഭരണം അവസാനിപ്പിക്കുമ്പോൾ ഏതാണ്ട് 8 ലക്ഷം ഹെക്ടർ നെൽകൃഷി ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 3.5 ലക്ഷം ഹെക്ടർ നെൽകൃഷിയായി ചുരുങ്ങി. എന്താ അതിന് കാരണം? കർഷകനോട് കടം പറയുന്ന ഗവൺമെന്റ്. എല്ലാവരോടും കടം പറയാം. കർഷകനോട് കടം പറയുന്ന ഗവൺമെന്റ് ഒരു നെല്ലളന്ന് വാങ്ങിയാൽ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അവന്റെ വിളവ് സർക്കാർ ഏറ്റെടുത്ത് വിൽക്കാമെന്ന് പറഞ്ഞ് അത് അളന്നെടുത്താൽ അതിന് പണം കൊടുക്കില്ല, കടം പറയും.
കർഷകരുടെ ഉന്നമനം ലക്ഷ്യമാക്കി ലോകബാങ്ക് അനുവദിച്ച 2635 കോടി രൂപ വകമാറ്റി ചിലവാക്കിയതിലും സംഭരിച്ച നെല്ലിന്റെ തുക കർഷകന് നൽകാത്തതിലും വന്യമൃഗശല്യം കാരണം കൃഷികൾ നശിപ്പിക്കുന്നതിന് ശാശ്വത പരിഹാരം കാണാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു കർഷക കോൺഗ്രസ് അമ്പലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പാലാക്കുഴി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സി ഭാസ്കരൻ, സി എൻ കൃഷ്ണൻ, പ്രദീപ് കുന്നക്കാവ്, വി ചാമിക്കുട്ടി, കെ ജോയ് വർഗീസ്, കെ പ്രിയദർശിനി, ടി രവിനാരായണൻ, എം കെ വേലപ്പൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അമ്പലപ്പാറ. നെൽകർഷകരോട് സർക്കാർ സ്വീകരിക്കുന്ന അവഗണനയ്ക്കെതിരെ കർഷക കോൺഗ്രസ് മണ്ണൂർ മങ്കര മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മണ്ണൂരിൽ കൃഷി ഓഫീസറെ ഉടനെ നിയമിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. മണ്ണൂരിൽ കൃഷി ഓഫീസറെ നിയമിക്കുക. കർഷക കോൺഗ്രസ് സിന്ദാബാദ്. കർഷക കോൺഗ്രസ് സിന്ദാബാദ്. കർഷക കോൺഗ്രസ് സിന്ദാബാദ്. മണ്ണൂർ മങ്കര കൃഷിഭവനുകളിൽ നടന്ന ധർണ പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ദാരിദ്ര്യം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ആകെ 50,000 ടൺ വാർഷിക ഉൽപാദനം മാത്രമുള്ള ഈ സംസ്ഥാനത്ത് ഒരു നേരത്തെ ഭക്ഷണം ഊട്ടാൻ പോലും കഴിയാത്ത ഒരു രാജ്യമായിരുന്നു ഇന്ത്യ രാജ്യം. അന്ന് ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മുടെ സർക്കാർ ആദ്യം തന്നെ തീരുമാനിച്ചത് ഈ രാജ്യത്ത് നമ്മുടെ ഡാമുകൾ നിർമ്മിക്കാൻ, കൃഷിക്ക് ആവശ്യത്തിനുള്ള ഡാമുകൾ നിർമ്മിക്കാനാണ് ആദ്യത്തെ തീരുമാനമുണ്ടായിരുന്നത്. അത് തീർച്ചയായും നമ്മൾ പ്രത്യേകിച്ചും അത് ഊന്നി പറയേണ്ടിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. മണ്ണൂർ കൃഷിഭവനിൽ കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ അശ്വജിത്ത് അധ്യക്ഷത വഹിച്ചു. എം ശിവപ്രകാശ്, പി എ സക്കറിയ, കെ കനകരാജ്, സിദ്ദിഖ്, മുഹമ്മദ് ഫൈസൽ, പി ആർ ഷിബു, പ്രദീപ്, മുരളീധരൻ, പി എ മുസ്തഫ, പി കെ പ്രഭേഷ് എന്നിവർ സംസാരിച്ചു. മങ്കരയിൽ എൻ അച്യുതൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഷാഹുൽ ഹബീദ്, മുകുന്ദൻ, രവീന്ദ്രൻ, അബ്ദുൾ റഹിമാൻ, വത്സലകുമാരൻ, ഷംസുദ്ദീൻ, സുമംഗല, നദീറ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള കണ്യാർകളി ആർട്സ് പ്രൊമോഷൻ കൗൺസിലിൻ്റെ 29ാം വാർഷികത്തിൻ്റെ ഭാഗമായി കളിമുറ്റം സംഘടിപ്പിക്കും. 700 കലാകാരന്മാർ പങ്കെടുക്കുന്ന കളിമുറ്റം മെയ് 16, 17 തീയതികളിലായി പല്ലശ്ശേനയിലാണ് സംഘടിപ്പിക്കുന്നത്. 16-ന് രാവിലെ 2 ദിവസത്തെയും കളിയുടെ അവതരണ രീതി നിശ്ചയിക്കപ്പെടുന്ന നറുക്കെടുപ്പ് നടക്കും. വൈകിട്ട് 5-ന് സ്വീകരണ ഘോഷയാത്രയും നടക്കും. പുത്തൻകാവിൽ നിന്നും കളിമുറ്റം വേദിയിലേക്കാണ് ഘോഷയാത്ര. തുടർന്ന് ഉദ്ഘാടന സമ്മേളനവും നടക്കും. 2 ദിവസത്തെ കളിമുറ്റത്തിന് ശേഷം ശനിയാഴ്ച വൈകിട്ടോടെ സമാപിക്കും. പാലക്കാടിൻ്റെ തനത് കലാരൂപമായ കണ്യാർകളിയുടെ തനിമ കാത്തുസൂക്ഷിക്കുന്നതിനും പ്രചാരണത്തിനുമായാണ് കളിമുറ്റം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പല്ലശ്ശേന ദേശം പ്രസിഡന്റ് ശബരി പ്രകാശ് അളിയത്ത്, സെക്രട്ടറി ഗോപാലകൃഷ്ണൻ പാലത്തിരുത്തി, കെ APC വർക്കിംഗ് ചെയർമാൻ വി മുരളീധരൻ, ജനറൽ കൺവീനർ VA ബാബു, മുരളീധരൻ, കലാധരൻ എന്നിവർ പങ്കെടുത്തു. കന്യാർകളി പാലക്കാടിന്റെ മാത്രമായിട്ടുള്ള തനതായ ഒരു അനുഷ്ഠാന കലയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഈ നാടൻ കലയെ 10-30 ദേശങ്ങളിൽ നിന്ന് എല്ലാ വർഷവും ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് കേരള കന്യാർകളി ആർട്സ് പ്രൊമോഷൻ കൗൺസിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ വർഷം 29ാമത്തെ വാർഷികമാണ്. അത് പല്ലശ്ശേരിയിൽ വെച്ചാണ് നടക്കുന്നത്. 2ാം പ്രാവശ്യമാണ് പല്ലശ്ശേരി വെച്ച് നടക്കുന്നത്. 2006 ഒരിക്കൽ നടന്നിരുന്നു. ഇപ്പോൾ 2025 ഇതിലൂടെ വീണ്ടും ഞങ്ങൾ നടത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വീട്ടമ്മയുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ കാരുണ്യം തേടുകയാണ് ഒരു കുടുംബം. വാടനാകുറിശി സ്വദേശിനി 41-കാരിയായ ജയന്തിയാണ് ചികിത്സയിൽ കഴിയുന്നത്. തുടർ ചികിത്സയ്ക്കായി 15 ലക്ഷം രൂപ കണ്ടെത്തേണ്ടതുണ്ട്. ഈ തുക സമാഹരിക്കുന്നതിനു വേണ്ടി വാടനാകുറിശിയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ താമസിക്കുന്ന തെക്കുമുറിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ 41 വയസ്സുള്ള ജയന്തിക്ക് അടിയന്തരമായി വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടതുണ്ട്. 30/12/2022 ഈ രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സ തുടങ്ങിയത്. ഏകദേശം 10 ലക്ഷം രൂപയോളം ചികിത്സാ ചിലവിനായി ചെലവഴിച്ചു കഴിഞ്ഞു. സുമനസ്സുകളുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഇത്ര നാളത്തെയും ചികിത്സയ്ക്കുള്ള ചിലവുകൾ കണ്ടെത്തിയത്. കൂലിപ്പണിക്കാരനായ ഗൃഹനാഥന് മറ്റൊരു ആശ്രയവുമില്ല. 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 പെൺകുട്ടികളാണ് ഈ ദമ്പതികൾക്കുള്ളത്. അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടും നിത്യ ചിലവുകളും താങ്ങാനാവാതെ വലയുകയാണ് ഈ കുടുംബം. തുടർ ചികിത്സയ്ക്ക് മാത്രമായി ഇനി 15 ലക്ഷം രൂപ കണ്ടെത്തേണ്ടതുണ്ട്. ആഴ്ചയിൽ 3 ഡയാലിസിസിന് വിധേയമാകണം. ഒരു ഡയാലിസിസിന് 1500 രൂപ ചിലവ് വരുന്നുണ്ട്. മറ്റ് യാത്രാ ചിലവുകൾ വേറെയും. 1500 രൂപ വിലയുള്ള ഡയാലിസിസ് കിറ്റും വാങ്ങണം. 6 തവണ മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. തുടർ ചികിത്സയ്ക്കായി ഈ മാസം 15-ാം തീയതി അഡ്മിറ്റ് ആകേണ്ടതുണ്ട്. നിർധന കുടുംബത്തെ സഹായിക്കുന്നതിനായി വാർഡ് മെമ്പർ
VP സന്തോഷ് ചെയർമാനും TM ബിജു കൺവീനറും PK അബ്ബാസ് ട്രഷററുമായി കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട്. തുടർ ചികിത്സയ്ക്കായി 15 ലക്ഷം രൂപ കണ്ടെത്തുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം യോഗം ചേരുകയും ചെയ്തു. നമുക്കിവിടെ കൂടുന്ന ഓരോരുത്തർക്കും എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു, പിന്നെ സമൂഹത്തിലെ ആളുകളെ നമുക്ക് ഏതൊക്കെ രൂപത്തിലത് സമീപിച്ച് നമുക്ക് എത്രത്തോളം രൂപ സമാഹരിക്കാൻ കഴിയും എന്നൊക്കെയുള്ളതാണ് നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചാണ് നമുക്ക് ഓരോരുത്തരും ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. മറ്റേ ദീർഘമായ ഒരു പ്രസംഗമല്ല ഇവിടെ ആവശ്യമുള്ളതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. സുമനസ്സുകളുടെ കാരുണ്യത്തിനായി കൈനീട്ടുന്ന ഈ കുടുംബത്തിനായി നമുക്കും പങ്കുചേരാം. ജയന്തി ചികിത്സാ സഹായ നിധിക്കായി കുളപ്പള്ളി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 430000002124 ഗൂഗിൾ പേ നമ്പർ 81 57 92 23 59. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. മണ്ണൂർ EK നായനാർ ചാരിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും സമ്മാന വിതരണവും നടന്നു. അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഇപ്പോൾ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അത് ജനങ്ങളുടെ സഹായത്തോടെ മാത്രമേ ചെയ്യാൻ കഴിയൂ. സുമനസ്സുകൾ ആരൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത് അതൊന്നും നമ്മൾ ഒഴിവാക്കാറില്ല. എല്ലാ സഹായങ്ങളും സ്വീകരിക്കുകയാണ്. ഇവിടെ സൊസൈറ്റിയുടെ ഭാഗമായി വീടുകൾ ഓരോ ആഴ്ചകളിലും അല്ലെങ്കിൽ ആവശ്യമുള്ളിടത്ത് കിടപ്പ് രോഗികളായ ആളുകളെ നേരിട്ട് പോയി കണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത അധ്യക്ഷത വഹിച്ചു. മണ്ണൂർ രാജകുമാരൻ ഉണ്ണി മുഖ്യാതിഥിയായി. EK നായനാർ ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താനായി വിറ്റഴിച്ച സമ്മാന കൂപ്പണിൽ സമ്മാനം ലഭിച്ചവർക്കുള്ള സമ്മാന വിതരണവും നടന്നു. ഒന്നാം സമ്മാനമായി അടിച്ച 1 ലക്ഷം രൂപയുടെ സ്കൂട്ടർ തിരിച്ച് നായനാർ ചാരിറ്റിക്ക് തന്നെ സംഭാവനയായി നൽകിയ പത്തിരിപ്പാല സർക്കാർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PN ജയരാമനെ MLA ഉപഹാരം നൽകി അനുമോദിച്ചു. അദ്ദേഹത്തിന്റെ കാരുണ്യ പ്രവർത്തനത്തെ MLA അഭിനന്ദിച്ചു. പത്തിരിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും A+ നേടിയ വിദ്യാർത്ഥികളെ MLA ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ EK നായനാർ ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് 1/2 ലക്ഷം രൂപയുടെ ആദ്യ സഹായം നൽകിയ മണ്ണൂർ രാജകുമാരനുണ്ണിയെയും MLA ഉപഹാരം നൽകി ആദരിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ PN ജയരാമൻ, മണ്ണൂർ രാജകുമാരനുണ്ണി, CPIM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ്, TR ശശി, ബ്ലോക്ക് അംഗം PS. അബ്ദുൾ മുത്തലവി, P. നാരായണൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ സ്വാഗതവും VK മുരളി മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്ത മോദി സർക്കാർ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിലാണെന്ന് മന്ത്രി P. പ്രസാദ്. മതേതര രാഷ്ട്രീയ ചിന്താധാരയെ ഇല്ലാതാക്കാനും ഹിന്ദു വിചാരതയെ സ്വീകരിക്കാനുമുള്ള സംഘപരിവാർ അജണ്ടയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി. നാനാത്വത്തിൽ ഏകത്വം എന്ന സങ്കല്പത്തെ ഇല്ലാതാക്കുക എന്നതാണ് സംഘപരിവാറിന്റെ അജണ്ടയെന്നും മന്ത്രി. തൊഴിൽ ദാരിദ്ര്യമുണ്ടായാൽ മുതലാളിത്വ വ്യവസ്ഥിതി എളുപ്പത്തിൽ സാധ്യമാകുമെന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരണവുമായി മുന്നോട്ടു പോകുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ. സ്വകാര്യവൽക്കരണം രാജപുരോഗതിക്ക് ആവണമെന്ന നയത്തിനെതിരാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനമെന്നും ചന്ദ്രൻ. പൊതുമേഖലകളിൽ വിറ്റ പണം വാങ്ങുമ്പോഴും രാജ്യത്തിന്റെ പൊതുകടം ഉയരുകയാണെന്നും KPCC ജനറൽ സെക്രട്ടറി. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ മറവിൽ മണ്ണും മണലും കടത്തിയ കരാറുകാരനെതിരെ നഗരസഭാ ഹെൽത്ത് സൂപ്രണ്ടിനെ ഉപരോധിച്ച് കോൺഗ്രസ്. മണ്ണും മണലും കടത്തുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടെ രാത്രിയുടെ മറവിലെന്നും ആരോപണം. കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യം. എന്റെ കേരളം മെഗാ പ്രദർശന വിപണന മേള മെയ് 18 മുതൽ 24 വരെ തൃശ്ശൂരിൽ. ഭക്ഷ്യകാർഷിക മേളകൾ, സെമിനാറുകൾ, സിനിമാ പ്രദർശനങ്ങൾ എന്നിവ മേളയുടെ ഭാഗമാകും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജില്ലാതല അവലോകന യോഗം വ്യാഴാഴ്ച തൃശ്ശൂരിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.